എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. 21-22 വാക്യങ്ങളിൽ തൻ്റെ സഹോദരനോട് ക്ഷമിക്കുന്നതിൻ്റെ പരിധി എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടതെന്ന് പത്രോസ് യേശു കർത്താവിനോട് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ക്ഷമയ്ക്ക് പരിധി വെക്കരുത് എന്ന് കർത്താവ് മറുപടി കൊടുക്കുന്നതായി നാം വായിക്കുന്നു. 21-ാം വാക്യത്തിൽ പത്രോസ് യേശു കർത്താവിനോട്, കർത്താവേ, എൻ്റെ സഹോദരൻ എത്ര തവണ എന്നോട് തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവനോട് ക്ഷമിക്കണം? 7 പ്രാവശ്യം വരെ ഞാൻ അവനോട് ക്ഷമിക്കണമോ എന്ന് ചോദിക്കുന്നതായി നാം വായിക്കുന്നു. മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലുള്ള ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കരുണയുടെയും ക്ഷമയുടെയും തത്വം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അതായത്, നാം മറ്റുള്ളവർക്ക് നൽകുന്ന കരുണയുടെയും ക്ഷമയുടെയും അളവാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കരുണയുടെയും ക്ഷമയുടെയും അളവ് എന്നാണ്. പത്രോസ് ഇങ്ങനെ ചോദിക്കാൻ കാരണം, നിന്റെ സഹോദരൻ ഒരു ദിവസം 7 പ്രാവശ്യം നിന്നോട് തെറ്റ് ചെയ്യുകയും 7 പ്രാവശ്യം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുക എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് എന്ന് ലൂക്കോസ് 17-3-4 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പത്രോസിന് 7 തവണ എന്നതാണ് ക്ഷമയുടെ പരിധി എന്ന് തോന്നിയതാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കാം. എന്നാൽ യേശു കർത്താവ് പരിധിയില്ലാത്ത ക്ഷമ പഠിപ്പിക്കുകയായിരുന്നു എന്ന് കർത്താവിൻ്റെ മറുപടി വ്യക്തമാക്കുന്നു. 22-ാം വാക്യത്തിൽ യേശു പത്രോസിനോട് 7 തവണയല്ല 770 തവണ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് മറുപടി പറയുന്നതിലൂടെ തൻ്റെ കരുണയുടെ പരിധി 490 തവണയായി നിശ്ചയിക്കാൻ യേശു പത്രോസിനെ പഠിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് എത്ര കരുണ കാണിക്കണമെന്ന് പരിധി നിശ്ചയിക്കരുതെന്ന് കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ സഹോദരൻ എത്ര തവണ നിങ്ങളോട് പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുന്നുവോ അത്രയും തവണ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുക. അഥവാ സഹോദരനോട് 7 തവണ മാത്രമല്ല, പരിധി നിശ്ചയിക്കാതെ ദൈവം നമ്മോട് ക്ഷമിക്കുന്ന പോലെ അനന്തമായ കരുണയും ക്ഷമയും കാണിക്കണമെന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. മത്തായി 18-23 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരനോട് ക്ഷമയുടെ പ്രാധാന്യം ഊന്നി പറയാൻ യേശു കർത്താവ് ശിഷ്യന്മാരോട് ഒരു ഉപമ പറയുന്നത് നാം വായിക്കുന്നു. യേശു പറഞ്ഞ ഈ ഉപമയിൽ ഒരു രാജാവ് തൻ്റെ ദാസന്മാരോട് കണക്ക് തീർക്കുമ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരിക്കുന്ന ഒരു ദാസനെ വിളിപ്പിക്കുന്നു. അത് വീട്ടാൻ കഴിയാത്ത ദാസൻ യജമാനോട് ക്ഷമ യാചിക്കുമ്പോൾ രാജാവ് കരുണയോടെ കടം മുഴുവനും ഇളവ് നൽകുന്നു. എന്നാൽ അതേ ദാസൻ 100 വെള്ളിക്കാശ് കടം മേടിച്ചിരുന്ന തൻ്റെ കൂട്ടുദാസനോട് അവൻ്റെ കടം ക്ഷമിക്കാതെ അവനെ ഉപദ്രവിച്ചുകൊണ്ട് തടവിലാക്കുന്നു. ഇത് കണ്ട മറ്റു ദാസന്മാർ രാജാവിനോട് പരാതി പറഞ്ഞപ്പോൾ രാജാവ് കോപിച്ച് അവനെ ശിക്ഷിക്കുന്നു. ദൈവം നമ്മോട് കാണിക്കുന്ന അനന്തമായ ക്ഷമയെപ്പോലെ നാമും മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി നമുക്ക് നേരിടേണ്ടി വരും എന്ന് ഈ ഉപമയിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നു. ഈ ഉപമ കരുണയില്ലാത്ത ദാസന്റെ ഉപമ എന്നറിയപ്പെടുന്നു. 23-ാം വാക്യത്തിൽ സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം എന്ന് തൻ്റെ ദാസന്മാരായ പ്രജകളുമായി കണക്ക് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജാവിനോട് സ്വർഗരാജ്യത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് കർത്താവ് ഉപമ ആരംഭിക്കുന്നത്. രാജാവിൻ്റെ അടിമകൾ അദ്ദേഹത്തിന് പണം കടപ്പെട്ടിരിക്കുന്നു. രാജാവ് ഈ കടങ്ങൾ വീട്ടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് വ്യക്തമാണ്. 35-ാം വാക്യത്തിൽ നിന്ന് ഈ ഉപമയിലെ രാജാവ് സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ദൈവം പുരാതനമേ എൻ്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു എന്ന് സങ്കീർത്തനം 74-12 വാക്യത്തിൽ നാം വായിക്കുന്നു. 24-25 വരെയുള്ള വാക്യങ്ങളിൽ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നും അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു എന്നും ഉപമയിൽ കർത്താവ് പറയുന്നു. ഈ 10,000 താലന്തുകൾ എണ്ണമറ്റ പാപങ്ങളെ സൂചിപ്പിക്കുന്നു. തിരുവെഴുത്തിൽ ഉടനീളം മനുഷ്യരുടെ പാപങ്ങളെ കടങ്ങൾ എന്ന് വിളിക്കുന്നത് നാം വായിക്കുന്നതാണ്. മത്തായി 6-ാം അധ്യായം 12-ാം വാക്യത്തിലും ലൂക്കോസ് 11-ാം അധ്യായം 4-ാം വാക്യത്തിലും കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നതിൽ ദൈവം ക്ഷമിക്കുന്ന പാപത്തെ കടം എന്ന് വിളിച്ചിരിക്കുന്നു. 10,000 താലന്തുകൾ എന്നതിൻ്റെ ആധുനിക മൂല്യം വളരെ അധികമാണ്.
പൊതുവെ പറഞ്ഞാൽ വെറും ഒരു താലന്ത് ഒരു താഴ്ന്ന നിലയിലുള്ള തൊഴിലാളിക്ക് 20 വർഷത്തിനുള്ളിൽ മാത്രം സമ്പാദിക്കാൻ കഴിയുന്നത് അത്രയായിരുന്നു. സങ്കീർത്തനം 40:12 വാക്യത്തിൽ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേലോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു എന്ന് ദാവീദിന്റെ സങ്കീർത്തനത്തിലൂടെ പാപങ്ങളുടെ എണ്ണം അസംഖ്യം എന്ന് സൂചിപ്പിക്കുന്നു. 25 വാക്യത്തിൽ അവന് വീട്ടുവാൻ വക ഇല്ലായ്കയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു എന്ന് പറയുന്നതിലൂടെ ഓരോ പാപിക്കും ദൈവം മുമ്പാകെ ഒരിക്കലും വീട്ടാൻ കഴിയാത്ത പാപത്തിന്റെ കടം ഉണ്ടെന്നതും നീതിപ്രവൃത്തികളോ മറ്റെന്തെങ്കിലുമോ ഈ കടത്തിന് പകരമാവില്ല എന്നും സൂചിപ്പിക്കുന്നു. ഈ നിത്യ കടം വീട്ടാൻ ക്രിസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നത് വ്യക്തമാക്കുന്നു. ഇതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ ക്രിസ്തു യേശുവിനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നും ഒരിക്കലും വീട്ടാൻ കഴിയാത്ത പാപത്തിന്റെ കടം മൂലം നിത്യ നരകത്തിൽ നശിക്കേണ്ട സ്ഥാനത്ത് ജാമ്യക്കാരനായി തീർന്ന കർത്താവിനോട് അവർ എത്ര നന്ദിയുള്ളവരായിരിക്കണമെന്നും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നൽകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നവരെ അടിമത്തത്തിലേക്ക് വിൽക്കുന്നത് ആ കാലത്തൊരു സാധാരണ രീതിയായിരുന്നു. ലേവ്യ പുസ്തകം 25 അധ്യായത്തിന്റെ 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ കടം വീട്ടാൻ കഴിയാത്തവർ ദാസ്യത്തിലേക്ക് വിറ്റുപോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. 26 വാക്യത്തിൽ അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു, യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. പണം തിരികെ നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്ന ദാസന്റെ പൊള്ളയായ വാഗ്ദാനം എല്ലാ അകൃത്യങ്ങൾക്കും പകരമായി ദൈവത്തിന് നഷ്ടപരിഹാരം നൽകാൻ മനുഷ്യർക്ക് കഴിയുമെന്ന വിഡ്ഢിത്ത ചിന്തയെയും പാപത്തിന്റെ കടം എത്രമാത്രം വലുതാണ് എന്ന് സ്വാഭാവികമായി മനസ്സിലാക്കാത്ത മനുഷ്യരുടെ അജ്ഞതയെയും കാണിക്കുന്നു. 27 വാക്യത്തിൽ അപ്പോൾ ആ ദാസന് യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു കടവും ഇളച്ചു കൊടുത്തു എന്നത് ദൈവത്തിന്റെ അനന്തമായ ക്ഷമയെ പ്രതിഫലിപ്പിക്കുന്നു. 10,000 താലന്തുകളുടെ മുഴുവൻ കടവും രാജാവ് അവനോട് ക്ഷമിച്ചു എന്നത് ദൈവത്തിന്റെ അളവില്ലാത്ത കരുണയ്ക്കും കൃപയുടെ സമ്പത്തിനും അനുസൃതമായി പാപത്തിന് പ്രാശ്ചിത്ത യാഗമാകാൻ തന്റെ പുത്രനെ നൽകിയതും ക്രിസ്തുവിന്റെ പാപപരിഹാര മരണത്താൽ സകല പാപങ്ങൾക്കുമുള്ള മോചനം ലഭിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യത്താൽ മാത്രമാണെന്നതും സൂചിപ്പിക്കുന്നു. സങ്കീർത്തനം 103:8 മുതൽ 12 വരെ ഉള്ള വാക്യങ്ങളിൽ യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ, അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ കരുണയും ക്ഷമയും ദാവീദിന്റെ സങ്കീർത്തനത്തിൽ വിശുദ്ധീകരിക്കുന്നു. 28 വാക്യത്തിൽ ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. എന്ന് വലിയ കടം ഇളച്ചു കിട്ടിയ ദാസൻ ചെറിയ കടമുള്ള കൂട്ടുദാസനോട് കരുണ കാണിക്കാതെ കടം വീട്ടാൻ നിർബന്ധിക്കുന്നത് ദൈവത്തിനെതിരെ ചെയ്തതും ആ ദുഷ്ടദാസൻ സഹോദരന്മാരോട് സഹിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യാത്ത മനുഷ്യരെയും സൂചിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 19 അധ്യായം 18 വാക്യത്തിൽ നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് നാം വായിക്കുന്നു. 18 അധ്യായം 29 വാക്യത്തിൽ അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. ഏറ്റവും എളിമയോടെയും വിധേയത്വത്തോടെയും മുമ്പ് ദുഷ്ടദാസൻ തന്നോട് ക്ഷമിച്ച രാജാവിന്റെ കാൽക്കൽ വീണതുപോലെയും നിലവിളിച്ചു അപേക്ഷിച്ചതുപോലെയും കാണുന്നു. 30 വാക്യത്തിൽ എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു എന്നതിലൂടെ ദൈവത്തിന്റെ ക്ഷമ സ്വീകരിച്ചവൻ അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതാണ്. എന്നാൽ വിശ്വാസ സമൂഹത്തിൽ വിശ്വാസികൾ എന്ന് പേരുണ്ടെങ്കിലും അനേകർക്ക് ക്ഷമിക്കുന്ന സ്നേഹമില്ലെന്ന സത്യം ഇവിടെ വെളിപ്പെടുത്തുന്നു. ലേവ്യ പുസ്തകം 25 അധ്യായം 39 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നിന്റെ സഹോദരൻ നിന്നോട് ദരിദ്രനായാൽ
അവനെ ദാസനായി പരിഗണിക്കരുത്. അവൻ കൂലിക്കാരനായി നിന്നോട് സേവിക്കട്ടെ എന്ന കൽപ്പനയിലൂടെ ദൈവജനം ദരിദ്രർക്ക് കരുണയും മോചനവും സ്വാതന്ത്ര്യവും നൽകാൻ തക്കവണ്ണം മനസ്സുള്ളവരായിരിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. 31-ാം വാക്യത്തിൽ മറ്റു ദാസന്മാർ ഈ അനീതികരമായ പ്രവൃത്തി കണ്ട് ദുഃഖിച്ച് യജമാനോട് പറയുന്നു എന്നത് ക്രൈസ്തവ സമൂഹത്തിൽ ദുഷ്ടതയോടെ പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവരുടെ മനസ്സിൽ ക്ഷോഭം സൃഷ്ടിക്കും എന്നത് സൂചിപ്പിക്കുന്നു. 32-ാം വാക്യത്തിൽ രാജാവ് ദാസനെ വീണ്ടും തന്റെ മുമ്പാകെ വിളിച്ച് ദുഷ്ടനെന്ന് വിളിക്കുന്നു. ആ മനുഷ്യൻ തന്നോട് അപേക്ഷിച്ചതുകൊണ്ടാണ് താൻ ആ വലിയ കടം ക്ഷമിച്ചതെന്ന് രാജാവ് അവനെ ഓർമ്മിപ്പിക്കുന്നു. 10,000 താലന്ത് വരുന്ന ആ വലിയ കടം മുഴുവനും അത് സൗജന്യമായി ഇളച്ചു തന്നിട്ടും അല്പമായ കടം സഹഭൃത്യനോട് ക്ഷമിക്കാൻ തയ്യാറാകാത്ത കഠിന ഹൃദയനായ ദാസനോട് അതിരൂക്ഷമായി പ്രതികരിക്കുന്നതായി കാണുന്നു. 33-ാം വാക്യത്തിൽ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹദാസനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നതിലൂടെ ദൈവം മനുഷ്യനെ ക്ഷമിച്ചതുപോലെ മനുഷ്യനും സഹോദരന്മാരെ ക്ഷമിക്കണം എന്നത് യേശു കർത്താവ് സൂചിപ്പിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ എന്ന തിരുവെഴുത്തിൽ പരസ്പരമുള്ള ദയയും മനസ്സലിവും ദൈവത്തിന്റെ മാതൃകയിലായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. 34-ാം വാക്യത്തിൽ രാജാവ് ഇപ്പോൾ തന്റെ മുൻ തീരുമാനം റദ്ദാക്കുകയും കടം മുഴുവൻ തിരിച്ചടയ്ക്കുന്നതുവരെ ദുഷ്ടദാസനെ പീഡിപ്പിക്കുന്നവർക്ക് കൈമാറുന്നു എന്നത് ദൈവം ക്ഷമയില്ലാത്തവരെ ശിക്ഷിക്കും എന്നത് സൂചിപ്പിക്കുന്നു. 35-ാം വാക്യത്തിൽ യേശു ഉപമയിലൂടെ ആശയം സംഗ്രഹിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും എന്നതാണ്. നമ്മുടെ കരുണ അളവില്ലാത്തതായിരിക്കണം എന്നും അങ്ങനെ നിങ്ങൾക്കും അളവില്ലാത്ത കരുണ ലഭിക്കും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കരുണയ്ക്ക് പരിധികളുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന കരുണയെ അതനുസരിച്ച് പരിമിതപ്പെടുത്തുമെന്ന് കർത്താവ് അർത്ഥമാക്കുന്നു.